ഫ്രണ്ട്സ്, വെൽക്കം ടു വേഗമലി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ടൂറിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇന്നത്തെ ഡേ 1 ആണ്. ഇപ്പോൾ യൂണിഫോം ഇട്ടാണ് നിൽക്കുന്നത്. കാരണം ഇന്ന് എക്സാം ഉണ്ട് ഞങ്ങൾക്ക്. 5 മണി വരെയാണ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ടൂറിന് പോകുന്നത്. കോളേജിൽ നിന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എത്രത്തോളം നന്നായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഇത്രയും ദൂരെയൊക്കെ പോയി ഇതുപോലെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്നത് കൂർഗ്, ബേലൂർ, ഗോവ, മാൽപ്പെ ഇവിടെയൊക്കെയാണ് പോകുന്നത്. പിന്നെന്താ പറയാനുള്ളത്, ഇന്നൊരു 6:30 5:30 ഒക്കെ ആകുമ്പോൾ പോകുമെന്നാണ് പറഞ്ഞത്. ബാക്കി വീഡിയോസ് നമുക്കിനി കാണാം. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് റെഡിയായി എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് വരാം. അങ്ങനെ ഞാൻ റെഡി പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ബാഗിന്. എൻ്റെ അനിയനാണ് രണ്ടാമത്തെ ബാഗ് കൊണ്ടുപോയത്. അങ്ങനെ എനിക്ക് ബസ്സെല്ലാം കിട്ടി. ഞാൻ നേരെ ബസ്സിൽ കയറി. അങ്ങനെ ടൂറിൻ്റെ യാത്ര തുടങ്ങി. നേരെ കാട്ടാക്കട എത്തിയപ്പോൾ 7+ കയറി. എനിക്ക് പ്രിൻ്റ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്കൊരു ഫ്രെയിം വർക്ക് കിട്ടിയതിൻ്റെ പ്രിൻ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിൻറ്റിനൊക്കെ കൊടുത്തിട്ട് നേരെ ബസ്സിൽ കയറി. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളൂ. എനിക്ക് വോയിസ് ഓവർ ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ വീഡിയോസിലെല്ലാം. ടൂറിൻ്റെ വീഡിയോസ് ഫുള്ളും എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സംസാരിക്കാനുള്ള ചമ്മലെല്ലാം കൂടിയാണ്. ഈ ബാക്കിലിരിക്കുന്ന ജോസിനെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എക്സാം ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച ദിവസം 2 മണിക്കാണ് എക്സാം. പക്ഷേ ഞങ്ങൾ ഒരു 11 മണിയായപ്പോൾ ഇറങ്ങി. ആ സമയത്ത് വീടിനവിടെ നിന്ന് ബസ്സുള്ളൂ. അതിനിടയ്ക്ക് വരുത്തി അവൾ വാങ്ങിയ ക്രോക്സിൻ്റെ ഷോ കാണിക്കലായിരുന്നു. പിന്നെ അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. ബസ്സെല്ലാം കിട്ടി നേരെ ക്ലാസ്സിലെത്തിയപ്പോൾ അഖിലയും ഗീതും വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് സീനിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എക്സാം എഴുതാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയ വേറെ ഒന്നിനും കൊണ്ടല്ല, നമ്മുടെ കോളേജ് ടൂറിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാനായിരുന്നു കേട്ടോ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് വീഡിയോസ് വേറെ രീതിയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ചിലതൊക്കെ വ്ളോഗിൻ്റെ രീതിയിലെടുത്തു, ചിലതൊക്കെ അല്ലാത്ത രീതിയിലെടുത്തു. അങ്ങനെ എല്ലാവരും അറേഞ്ച് ചെയ്ത് നിർത്തി. കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കണമല്ലോ നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിൻ്റെ. അങ്ങനെ ഞങ്ങൾ ടൂറിൻ്റെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. ഗോവയ്ക്കാന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ ടൂറിൻ്റെ പേര്. അങ്ങനെ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്ലാസ്സിൽ ചെന്ന് എക്സാം ഒക്കെ എഴുതി പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാവരും ടൂറിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്തായാലും രാത്രിയുള്ള യാത്രയാണല്ലോ. അതുകൊണ്ട് പിന്നെ ഒരുപാട് അങ്ങ് ആർഭാടമാക്കാൻ നിന്നില്ല. കൂടാതെ ഞാൻ ആദ്യം ഇതല്ല ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടത്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ പലരുടെയും പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും പാരൻസ് വരുമില്ലടേ, പോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബസ്സെത്തി. ഹീലിയോസ് എന്നായിരുന്നു കേട്ടോ ബസ്സിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം പേര് മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് ബസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ അതിൻ്റെ ചടങ്ങുകളായിരുന്നു കുറേ നേരത്തേക്ക്.
അങ്ങനെ ബസ് വന്നതിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിനകത്ത് കയറി സീറ്റൊക്കെ പിടിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഞെട്ടുന്നത് കണ്ടില്ല, അത് അവന്മാർ പടക്കം പൊട്ടിച്ചപ്പോൾ ഞെട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സിനും പാരൻസിനൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ ടൂർ ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് അഖിലെ പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി തന്നെ പാട്ടൊക്കെ ഇട്ടെല്ലാവരും ഡാൻസും ബഹളവും എല്ലാം തുടങ്ങി. സത്യം പറഞ്ഞാൽ വൈബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം എടുത്തു ആ ടൂർ തുടങ്ങി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ ടൂറിന് പോകാനായിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി. ഏകദേശം ഒരു 20,000 എന്തോ അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ടൂറിൻ്റെ യാത്ര തുടങ്ങി. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് കൂർഗിലേക്കാണ് കേട്ടോ. കൂർഗിലൊരു രാവിലെ എത്തുമെന്നാണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടി ഇരുട്ടിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഡാൻസ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറച്ചുകൂടി ഇരുട്ടി ലൈറ്റൊക്കെ കുറച്ചുകൂടി ഇതായിട്ട് കണ്ടു തുടങ്ങുമ്പോൾ ഇറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതിനിടയ്ക്ക് ഒരു സൈഡിലായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു. നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടണമല്ലോ. വീഡിയോ എടുത്ത് തിരിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു ജോസിനെ ആദ്യം കൂടി പൊരിഞ്ഞടി. എന്തിനാണെന്നറിയില്ല, ചവിട്ടും തൊഴിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കുറച്ചൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്തിരുന്ന് കഴിക്കാമെന്ന് കരുതി. ബാക്കി കൊണ്ടുവരാത്ത എല്ലാവരും തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി കഴിക്കുകയാണ് ചെയ്തത്. ഞാൻ ചപ്പാത്തിയും പൊടിച്ചമ്മന്തി ആയിരുന്നു കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് മുട്ടക്കറിയും സാമ്പാറും എല്ലാം എവിടെ നിന്നൊക്കെയോ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ബസ്സിലേക്ക് കയറി. ബസ്സിൽ കയറി എല്ലാവരും അവരവരുടെ സീറ്റിൽ കയറി. ചെറുതായിട്ട് ഓഫായി തുടങ്ങി. ആ ഒരു സമയം ആയപ്പോഴേ ആരും അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കാൻ നിന്നില്ല. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഇതാന്ന് തോന്നുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ച് ഇനി ചാടിക്കഴിഞ്ഞാൽ എന്തായാലും വാള് വയ്ക്കുമെന്നറിയാം. അതുകൊണ്ട് എല്ലാവരും പതുക്കെ ഉറങ്ങാനൊക്കെ ആയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു. അതിനിടയ്ക്ക് സിനിമ കണ്ടാലോ എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഞങ്ങൾ കണ്ടത് മാർക്കോ മൂവി ആയിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് എൻ്റെ ചേട്ടനും അനിയനും കണ്ടപ്പോൾ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആദി, അവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ കലാകാരൻ. അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും കേട്ടോ. അങ്ങനെ മാർക്കോ മൂവിയെല്ലാം കണ്ട് ഞങ്ങൾ നേരെ കൂർഗിലേക്കുള്ള യാത്ര ബാക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡേ 2 വീഡിയോയും ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം. അപ്പോൾ ഓക്കെ ഗൈസ്.